ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിമാർക്കാണ്. ഫസ്റ്റ് റിമാർക്ക് പറഞ്ഞതാണ്, ഇഫ് എം ഡാഷ് ഈസ് എ സബ് മോഡ്യൂൾ ഓഫ് എം, ദെൻ എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സബ് മോഡ്യൂൾ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എം എന്നാണ്. ഓക്കെ, അതായത് എം ഡാഷ് ഒരു സബ് മോഡ്യൂളാണ് എന്തിനാ എമ്മിൻ്റെ എന്നുണ്ടെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് എന്താണ് സബ് മോഡ്യൂൾ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ മുന്നേ നമുക്കറിയാം, സീറോന്ന് ഒരു എം ഡാഷിക്ക്, അതുപോലെ എം ഡാഷ് നിന്ന് എമ്മിലേക്ക് ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എന്താണ്, എക്സാക്റ്റ് ആണ്. അതായത് വി ഹാവ് 0 to എം ഡാഷ്, എം ഡാഷ് ടു എമ്മിലേക്ക് ഒരു ഐ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ സീക്വൻസ് എക്സാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഐ എന്താണെന്നാവണം, ഐ ഇൻജക്റ്റീവ് ആവണമെന്ന് നമ്മൾ തൊട്ട് മുന്നത്തൊക്കെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് തൊട്ട് മുന്നത്തെ പ്രിപ്പോഷൻ പ്രകാരം നോക്കുക, 0 എം ഡാഷിലേക്ക്, എം ഡാഷിൽ നിന്ന് എമ്മിലേക്ക് ഒരു എക്സാക്റ്റ് സീക്വൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ തിയറം അല്ലെങ്കിൽ പ്രിപ്പോഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ്, അതുപോലെ എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷിൽ നിന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മും ലേക്ക് എന്താവും, എക്സാക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ മുന്നത്തെ പ്രപ്പോഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് 0 എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ്, എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിലേക്ക് എന്താണ്, എക്സാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് ഇൻവേഴ്സ് ഓഫ് ഐ ഈസ് ഇൻജക്റ്റീവ്, ബിക്കോസ് എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷിന് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിലേക്കുള്ള ഫംഗ്ഷനാണ് ആര്, എസ് ഇൻവേഴ്സ് ഓഫ് ഐ. അങ്ങനെയാണെങ്കിൽ എസ് ഇൻവേഴ്സ് ഓഫ് എസ് ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സ് ഓഫ് ഐ എന്താണ്, ഇൻജക്റ്റീവാന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇൻജക്റ്റീവാന്ന് നമുക്ക് എന്താ പറയാൻ പറ്റും, ദെർഫോർ എസ് ഇൻവേഴ്സ് ഓഫ് എം ഡാഷ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സബ് മോഡ്യൂൾ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എം. ഓക്കെ, ഇനി കൊറോളറി 3.4 നോക്കുക. ഫോർമേഷൻ ഓഫ് ഫ്രാക്ഷൻ കമ്മ്യൂട്ടേഷൻ വിത്ത് fraction of finite sum, finite intersection and quotient, precisely if n comma p are submodules of a module m, then ഒന്നാമത്തത് s inverse of n plus p is equal to s inverse of n plus s inverse of p. Second one, s inverse of n intersection p is equal to s inverse of n intersection s inverse of p. മൂന്നാമത്തത്, the s inverse of a module, s inverse of m by n and s inverse of m by s inverse of n are isomorphic. ഓക്കെ, അതായത് എന്നും പി എന്താണ്, സബ് മോഡ്യൂൾ ഓഫ് എ മോഡ്യൂൾ എം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി ഇസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പി. അതേപോലെ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി ഇസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തേർഡ് വൺ പറഞ്ഞത് എസ് ഇൻവേഴ്സ് ഓഫ് എ മോഡ്യൂൾ എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ ആൻഡ് എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ആർ ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു സെഡ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി എന്നെടുത്തു. അപ്പം നമുക്കറിയാം, ഒരു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി എന്നൊരു എലമെൻ്റ് എടുക്കുമ്പോൾ ആ എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാകാരം, ദെൻ സെഡ് ഇസ് ഈക്വൽ ടു, അതായത് എൻ പ്ലസ് പി എന്നൊരു എലമെൻറ്റ് ബൈ എസ് ഒരു എലമെൻറ്റ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് പ്ലസ് വൈ ഓൾ ഡിവൈഡ് ബൈ എസ് ആന്ന് പറയാൻ പറ്റും. വേർ എക്സ് ബിലോങ്സ് ടു എന്നും അതേപോലെ തന്നെ വൈ ബിലോങ്സ് ടു പിയും. ഓക്കെ, ഇതിനെ നമ്മളിനി സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെപ്പറേറ്റ് ഓരോ എസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് വരും, എക്സ് ബൈ എസ് പ്ലസ് വൈ ബൈ എസ് എന്ന് വരും. ഓക്കെ, അതായത് എക്സ് ബൈ എസ് ആരാണ്, എക്സ് ബൈ എസ് എന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ആണ്. അതേപോലെ തന്നെ വൈ ബൈ എസ് എന്ന് പറഞ്ഞാൽ ആരാണ്, എസ് ഇൻവേഴ്സ് ഓഫ് പി ആണ്. സോ സെഡ് ബിലോങ്സ് ടു എവിടെ ഉണ്ട്, എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പിയിലുണ്ട്. അത് നമ്മൾ ഒരു സെഡ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി നിർത്തപ്പോൾ ആ സെഡ് ഏതിലുണ്ട്, എസ് ഇൻവേഴ്സ് ഓഫ് എൻ
പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പിയിലുണ്ട്. ഇനി തിരിച്ചെടുക്കുക, അതായത് ലെറ്റ് സെഡ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് എടുത്തു. ദെൻ നമുക്ക് ആ സെറ്റിനെ എങ്ങനെ എഴുതാം? സെഡ് ബിലോങ്സ് ടു എക്സ് ബൈ എസ് പ്ലസ് വൈ ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, സം എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് വൈ ബിലോങ്സ് ടു പി, എസ് കോമ ടി ബിലോങ്സ് ടു എസ്. അങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്ത് എന്താ വരിക? ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ടി പ്ലസ് വൈ എസ് ഓ ഡിവൈഡ് ബൈ എസ് ടി വരും. ഓക്കെ, ബിലോങ്സ് ടു എന്ത് പറയാൻ പറ്റും? എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി എന്ന് പറയാൻ പറ്റും. സിൻസ് എന്താ? എൻ ആൻഡ് പി ആർ സബ് മോഡ്യൂളാണ്. ഓക്കെ, എന്നും പി എന്താണ്? സബ് മോഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ടി പ്ലസ് വൈ എസ് ഓൾ ഡിവൈഡ് ബൈ എസ് ടി എന്നുള്ളത് ഏതിലുണ്ടാവും? എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പിയിലുണ്ടാവും. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഒരു എക്സ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് എടുത്തപ്പോൾ ആ സെഡ് ഏതിലുണ്ട്? എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പിയിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് പി is equal to എസ് ഇൻവേഴ്സ് ഓഫ് എൻ പ്ലസ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി is equal to എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നോക്കുക, അതിനുവേണ്ടി എക്സ് സെഡ് ബിലോങ്സ് ടു, നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്, എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി എന്ന് എടുത്തു. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എസ് എന്ന് പറയാൻ പറ്റും. എൻ ഇൻ്റർസെക്ഷൻ പി എന്നാണ്, അതുകൊണ്ട് സം എക്സ് ബിലോങ്സ് ടു എൻ ഇൻ്റർസെക്ഷൻ പി എന്നാണ്. അതുപോലെ എസ് ഓടുന്നതാണ് എസ് ബിലോങ്സ് ടു എസ് എന്നാണ്. നോക്കുക, എക്സ് എൻ ഇൻ്റർസെക്ഷൻ പിയിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ബിലോങ്സ് ടു പി. അതായത് എക്സ് ഏതിലും ഉണ്ടാവും? എന്നിലും ഉണ്ടാവണം, പിയിലും ഉണ്ടാവും. ഓക്കെ, ഇനി എക്സ് ബിലോങ്സ് ടു എൻ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എൻ ഉണ്ട്. അപ്പോൾ എന്തുണ്ടാവും? എക്സ് ബൈ എസ് ഏതിലുണ്ടാവും? എസ് ഇൻവേഴ്സ് ഓഫ് എന്നിലുണ്ടാവും. അതേപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ എസ് ഏതിലും ഉണ്ടാവും? എസ് ഇൻവേഴ്സ് ഓഫ് പിയിലും ഉണ്ടാവും. അപ്പോൾ എക്സ് ബൈ എസ് എന്നുള്ളത് ഏതുണ്ട്? എസ് ഇൻവേഴ്സ് ഓഫ് എന്നിലും ഉണ്ട്. അതുപോലെ എക്സ് ബൈ എസ് ഏതിലുണ്ട്? എസ് ഇൻവേഴ്സ് ഓഫ് പിയിലും ഉണ്ട്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ബൈ എസ്, എക്സ് ബൈ എസ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെഡ് ഈക്വൽ ടു എക്സ് ബൈ എസ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി സബ്സെറ്റ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി, ഓർ അല്ലെങ്കിൽ കണ്ടെയ്നിങ്, അതായത് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി കണ്ടെയ്നിങ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയാൻ പറ്റും. ഇനി തിരിച്ച് നമ്മൾ ചെയ്യുകയാണ്, ഒരു സെഡ് ബിലോങ്സ് ടു, ഒരു സെഡ് എന്നെടുത്തു? എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്നെടുത്തു. അപ്പോൾ രണ്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സെഡ് ബിലോങ്സ് ചെയ്തിട്ടുണ്ടാവും? എസ് ഇൻവേഴ്സ് ഓഫ് എൻ ആൻഡ് സെഡ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് പിയിലുണ്ടാവും. അപ്പോൾ ഈ സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ എസ് എന്ന് എഴുതാം. അതേപോലെ തന്നെ അവിടെയുള്ള സെഡിനെ എങ്ങനെ എഴുതാം? അതായത് സെഡ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് പിയിലുള്ള സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? വൈ ബൈ ടി എന്ന് എഴുതാം. ഒരു എലമെൻറ്റ് വൈ ബൈ ടി, അതായത് എക്സ് ബിലോങ്സ് ടു എൻ ആണ്, അതുപോലെ വൈ ബിലോങ്സ് ടു പി ആണ്, അതുപോലെ എസ് കോമ ടി ബിലോങ്സ് ടു ആരാണ്? എസ് ആണ്. സോ ഹിയർ നോക്കുക, രണ്ടിലും സെഡ് ആണല്ലോ, സെഡ് രണ്ടിലും ലെഫ്റ്റ് സൈഡ് സെഡ്. ഹിയർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബൈ എസ് is equal to ആര് പറയാൻ പറ്റും? വൈ ബൈ ടി എന്ന് പറയാൻ പറ്റും. എക്സ് ബൈ എസ് is equal to വൈ ബൈ ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് കോമ എസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ കോമ ടി. നമ്മളിതിന് മുന്നത്തെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്താ പറയാൻ പറ്റും? എക്സ് കോമ എസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ കോമ ടി എന്നുള്ളത്. ദെൻ ദർ ഇസ് സം യു ബിലോങ്സ് എസ് സച്ച് ദാറ്റ് യു ഓഫ് എസ് വൈ മൈനസ് ടി എക്സ് is equal to 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്കെന്ന് പറയാം യു എസ് വൈ is equal to യു ടി എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സെഡ് is equal to എങ്ങനെ എഴുതാം? എക്സ് ബൈ എസ് ആണ്. എക്സ് ബൈ എസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ അടുത്തുള്ളത് സെഡ് is equal to എക്സ് ബൈ എസ് എന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ സെഡ് is equal to എക്സ് ബൈ എസ് ആകുമ്പോൾ നമ്മളൊരു യൂട്യൂൺ പ്രൊഡക്റ്റ് ചെയ്യാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ അതേപോലെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ടി എക്സ് ബൈ യു ടി എസ് എന്ന് വരും. സോ നമുക്ക് അതെന്ത് പറയാൻ പറ്റും? സെഡ് ഏതുണ്ടെന്ന് പറയാൻ പറ്റും? എസ് ഇൻവേഴ്സ് ഓഫ് എന്നിലുണ്ട് എന്ന് പറയാൻ പറ്റും.
ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ z is equal to യു ടി എക്സ് ബൈ യു ടി എസ് എന്ന് പറയാൻ പറ്റും. അതായത് യു എസ് വൈ ഓൾ ഡിവൈഡ് ബൈ യു എസ് ടി എന്ന് പറയാൻ പറ്റും. ദാറ്റ് ബിലോങ്സ് ടു അതായത് z is equal to y by t ആണ്. ഈ y by t നമുക്ക് എങ്ങനെ ഇതാ ഒരു യു എസ് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക, അതായത് യു എസ് വൈ ബൈ യു എസ് ടി എന്ന് എഴുതാം. ദാറ്റ് ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് പി. അതായത് z is equal to യു ടി എക്സ് ഡിവൈഡ് ബൈ യു ടി എസ് is equal to യു എസ് വൈ ഡിവൈഡ് ബൈ യു എസ് ടി ബിലോങ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി. അതായത് യു ടി എക്സ് ബിലോങ്സ് ടു എൻ, അതുപോലെ യു ടി വൈ ബിലോങ്സ് ടു പി ആണ്. ദെർഫോർ നമുക്ക് എന്താ പറയുക, z ബിലോങ്സ് ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി. അതായത് ആ രണ്ട് എലമെൻറ്റും ഏതിലുണ്ട്, ഇൻ്റർസെക്ഷൻ പിയിലുണ്ട്. അതായത് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി കണ്ടെയ്നിങ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പിയിലുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി കണ്ടെയ്നിങ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കിട്ടിയെന്ന് വെച്ചാൽ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി കണ്ടെയ്നിങ് എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി എന്ന് പറയാൻ പറ്റും. സോ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയാൻ പറ്റും എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ പി ഇസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ഓഫ് എൻ ഇൻ്റർസെക്ഷൻ എസ് ഇൻവേഴ്സ് ഓഫ് പി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, മൂന്നാമത്തെ കാര്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എസ് ഇൻവേഴ്സ് ഓഫ് എ മോഡ്യൂൾ എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ ആൻഡ് എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എസ് ഇൻവേഴ്സ് ഓഫ് എൻ ആർ ഐസോമോർഫിക് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, കൺസിഡർ ദ സീക്വൻസ്. നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. സീക്വൻസ് ഇതാണ് 0 to n, അതുപോലെ n to m, അതുപോലെ m to m by n to 0. അതായത് n to m ആയിരുന്നു, അതുപോലെ m to m by n p എന്ന് എടുത്തു. ഓക്കെ, ഈ സീക്വൻസ് എന്താണ്, എക്സാക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ അറിയാം, സീക്വൻസ് എക്സാക്റ്റ് ആവണമെങ്കിൽ ഇമേജ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് പി ആവണം, അല്ലേ? നമുക്കറിയാം സീക്വൻസ് എക്സാക്റ്റ് ആവുമ്പോൾ ഇമേജ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് പി ആവും. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, എൻ ആണ്. അതായത് ഇമേജ് ഓഫ് ഈ സീക്വൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. നിങ്ങൾ ഈ ചാപ്റ്റർ തുടങ്ങണപ്പോൾ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു സീക്വൻസ് എക്സാക്റ്റിൻ്റെ സീക്വൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, കേർണൽ ഓഫ് പി ഈസ് ഈക്വൽ ടു ഇമേജ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും, എൻ എന്ന് വരും. സോ ഐ ഈസ് ഇൻജക്റ്റീവ്, ഐ എന്താണ്, ഇൻജക്റ്റീവ് ആണ്, ആൻഡ് പി സർജക്റ്റീവ്. ഓക്കെ, നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഐ ഇൻജക്റ്റീവ് ആണ്, ആൻഡ് പി എന്താണ്, സർജക്റ്റീവ് ആണ്. ആൻഡ് ദി സീക്വൻസ് 0 to ഒരു എസ് ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 0 to എസ് ഇൻവേഴ്സ് ഓഫ് എൻ, അതുപോലെ എസ് ഇൻവേഴ്സ് ഓഫ് എൻ എസ് ഇൻവേഴ്സ് ഓഫ് എം, അതുപോലെ എസ് ഇൻവേഴ്സ് ഓഫ് എം എന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ ടു 0 അവിടെ. അതായത് എസ് ഇൻവേഴ്സ് ഓഫ് എൻ നിന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എമ്മിലേക്കുള്ള ഫംഗ്ഷൻ ആരാണ്, എസ് ഇൻവേഴ്സ് ഓഫ് ഐ ആണ്. അതേപോലെ തന്നെ എസ് ഇൻവേഴ്സ് ഓഫ് എം എന്ന് എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എന്നിലേക്ക് ആരാണ്, എസ് ഇൻവേഴ്സ് ഓഫ് പി ആണ്. ഈ സീക്വൻസ് എന്താണ്, എക്സാക്റ്റ് എന്നുള്ളത് നമ്മൾ പ്രൊപ്പോർഷൻ 3.3 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്താണ്, സർജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ഹോമോമോർഫിസം ഫ്രം എസ് ഇൻവേഴ്സ് ഓഫ് എം ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ വിത്ത് കേർണൽ എസ് ഇൻവേഴ്സ് ഓഫ് എൻ. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറയാൻ പറ്റും. സോ ബൈ ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് പി ഈസ് ഐസോമോർഫിക് ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ന് പറയാൻ പറ്റും എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എസ് ഇൻവേഴ്സ് ഓഫ് എൻ എന്ന് പറയാൻ പറ്റും ഈസ് ഐസോമോർഫിക് ടു എസ് ഇൻവേഴ്സ് ഓഫ് എം ബൈ എൻ എന്നുള്ളത്. ബിക്കോസ് നമ്മൾ നോക്കുക, ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് പി ആണ്. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേർണൽ ഓഫ് പി ഈസ് ഈക്വൽ ടു ഇമേജ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എൻ ആണ് എക്സാക്റ്റ് ആകുമ്പോൾ ഈ സീക്വൻസ്. അതേപോലെ തന്നെ ഇവിടെ ഇമേജ് ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു കേർണൽ ഓഫ് എസ് ഇൻവേഴ്സ് ഓഫ് പി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ വരിക, എസ് ഇൻവേഴ്സ് ഓഫ് എൻ ആണ് വരിക, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് തിയറ പ്രകാരം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.